മനസ്സിൽ വെറുപ്പ് കാത്തു സൂക്ഷിക്കുന്നതും ശക്തമായി പ്രതികരിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ നിരന്തരമായി ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ശക്തമായി പ്രതികരിക്കുകയാണോ വേണ്ടത്, അതോ ഉള്ളിൽ വെറുപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? ചിന്തിച്ചു നോക്കൂ. അഥവാ നിങ്ങൾ ആ വ്യക്തിയുടെ ചെയ്തികളെ ശക്തമായി വിമർശിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ വിള്ളലുകൾ ഉണ്ടായേക്കാം. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെ ഒരുപക്ഷെ ഇല്ലാതായേക്കാം. എന്നാൽ മറുവശം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആ വ്യക്തിയെ യാതൊരു വിധത്തിലും വിമർശിക്കുന്നുമില്ല, പ്രതികരിക്കുന്നുമില്ല. അങ്ങനെയാകുമ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ മേലുള്ള തെറ്റുകൾ എന്താണെന്ന് അറിയുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പ് വളർന്നു വളർന്നു വരുവാനും തുടങ്ങുന്നു. ഫലത്തിൽ ഈ ലോകത്തിൽ മനസ്സ് ദുഷിച്ച രണ്ട് വ്യക്തികളുണ്ടാകും. ഒന്ന് അവരും മറ്റൊന്ന് നിങ്ങളുമാകുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യലോകത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് പ്രതികരിക്കുക തന്നെയാണ് ഉചിതം. അതിനെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് വെറുപ്പ് കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ആ സംഭവത്തിനോട് പ്രതികരിക്കുക തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്ന്, നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പ് കാത്തു സൂക്ഷിക്കാതെ ആ വ്യക്തിയോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം. അല്ലെങ്കിൽ പിന്നെ തീർച്ചയായും നിങ്ങൾ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. പ്രതികരിക്കുവാനുള്ള ഒരു ശേഷി മനുഷ്യനിൽ നിക്ഷിപ്തമാകുന്നത് സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. സ്വന്തം ജീവനെ രക്ഷിക്കുവാനുള്ള ശക്തി ഓരോ ജീവനുമുണ്ട്. ആ ശക്തി നിങ്ങൾ കൃത്യസമയത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനോട് യാതൊരു വിലയുമില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്. സ്വന്തം ജീവനോട് വില കൽപ്പിക്കാത്ത വ്യക്തിയെ ഈ പ്രപഞ്ചത്തിന് തന്നെ ആവശ്യമില്ലാതായി വരും. ചിന്തിച്ചു നോക്കൂ, ഉത്തരം ലഭിക്കും.